ഇത്തരം കാര്യങ്ങൾ വാർഡ് തല ഡ്രില്ലുകൾ ഇത്തരം കാര്യങ്ങളാണ്. പലയിടത്തും മോക്ഡ്രില്ലിന്റെ ഭാഗമായുള്ള സൈറൺ മുഴങ്ങുകയാണ്. സൈറണാണ് നമ്മൾ കേട്ടത്. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് നിന്നുള്ള സൈറണാണ് നമ്മൾ കേട്ടത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു അപകടമുണ്ടായാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവരുടെ മോക്ഡ്രില്ലിന്റെ ഭാഗമായുള്ള സൈറണാണ്. ഒരു യുദ്ധമുണ്ടായാൽ, ഒരു ആക്രമണ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നതിന് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായാണ് ദുരന്ത നിവാരണ അതോറിറ്റി അത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തി അവിടെ നിന്നുള്ള സൈറൺ മുഴങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 30 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സൈറൺ, ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള സൈറൺ ഓരോ ഇടങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകുകയാണ് ജനങ്ങൾക്ക്. തിരുവനന്തപുരത്തെ ലുലു മാൾ എന്നുള്ള ദൃശ്യമാണ്. ആക്രമണത്തിന്റെ ഭാഗമായി അഗ്നിബാധയുണ്ടായാൽ, സ്ഫോടനമുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിൻ്റെ ഉദാഹരണം അവിടെ ആളുകൾക്ക് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് അഗ്നി നമ്മൾ കണ്ടത്. ഇപ്പോൾ കൊച്ചി ഗസ്റ്റ് ഹൗസിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. തിരുവനന്തപുരം ലുലു മോളിലാണ്. ഇങ്ങനെയാണ് ഒരു അക്രമം ഉണ്ടായാൽ, ആ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ആ പ്രദേശത്തെ സജ്ജമാക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളണം, ആ രീതിയിലുള്ള പരിശീലനം എന്നുള്ള രീതിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയാണ്. ഈ ഒരു 4:28 വരെ മോക്ക് ഡ്രിൽ പോകും. 4:28 ആവുമ്പോൾ അടുത്തൊരു സൈറൺ കൂടി മുഴങ്ങും. 30 സെക്കൻഡുള്ള അടുത്തൊരു സൈറൺ കൂടി മുഴങ്ങും. സുരക്ഷിതമാണ് എന്നുള്ള സൈറൺ ആയിരിക്കും. അതിനിടയിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാക് പ്രശ്നം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എല്ലാ സാഹചര്യവും നേരിടാൻ പാകത്തിന് രാജ്യം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ മോക്ക് ഡ്രില്ലുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലുലു മോളിലാണ് ഒരു ഫയർ എഞ്ചിനും ആംബുലൻസും ഒക്കെ വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ജനങ്ങളുടെ സുരക്ഷ ചെയ്തുകൊണ്ട് അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് ജനങ്ങൾ മാറിയിരിക്കേണ്ടതാണ്. ലുലുമാളിലെ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും സേഫ് ആയിട്ടുള്ള സൈഡുകളിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ മാറിയിരിക്കേണ്ടതാണ്. അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈഡുകളിലേക്ക് മാറിയിരിക്കേണ്ടതാണ് ജനങ്ങൾ. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ദൃശ്യങ്ങളാണ്. ആ മുകൾ ഭാഗത്തെ വിൻഡോയിൽ നമ്മൾ കണ്ട അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയാണ്. യുദ്ധ സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണമെന്നതിൻ്റെ അവബോധം സൃഷ്ടിക്കുകയാണ്. ഒരു സ്ഫോടനമുണ്ടായാൽ, സ്ഫോടനത്തിൻ്റെ ഭാഗമായി തീപിടുത്തമുണ്ടായാൽ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നതിൻ്റെ ഉദാഹരണമാണ്. ആദ്യം കാണുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലെയും ഏറ്റവും ഒടുവിൽ ലുലു മോളിലെയാണ് കാണുന്നത്. പരിക്കേൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സമയം അവിടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്, അഗ്നിബാധ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളതും ആദ്യവും അവസാനവുമുള്ള ദൃശ്യങ്ങളിൽ കാണാം. രണ്ടാമത് ലുലു മോളിലെയും മൂന്നാമത് കാണുന്നത് മറൈൻ ഡ്രൈവിലെയുമാണ്. ഓരോ ഇടങ്ങളിലും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ആ സമയം ഏത് വിധത്തിലാണോ നമ്മൾക്കിടയിലേക്ക് അനൗൺസ്മെന്റ് വരുന്നത് അങ്ങനെ തന്നെയാണ് ജനങ്ങൾ എല്ലാവരും തന്നെ മാറി നിൽക്കുക തുടങ്ങിയുള്ള ഓരോ അനൗൺസ്മെന്റുകളുമാണ് നൽകുന്നത്. മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സജ്ജമാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മറ്റു പലയിടങ്ങളിലും കാണുന്നത്.
രാജ്യത്തെ 244 ഇടങ്ങളിലാണ് സിവിൽ ഡിഫൻസ് അവബോധത്തിൻ്റെ ഭാഗമായി, ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ആക്രമണ സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ വേണം പ്രതികരിക്കാൻ എന്നതിൻ്റെ ഒരു ചെറു ചിത്രമാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഷോപ്പിംഗ് മോൾ, ബസ്, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റ് പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായാൽ എങ്ങനെയായിരിക്കും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുക, എങ്ങനെയായിരിക്കും അപകടമുണ്ടായാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക, എങ്ങനെയാണ് പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ പ്രതികരിക്കേണ്ടത് തുടങ്ങിയ വിവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കേണ്ട രീതികൾ വിശദീകരിക്കുകയാണ് ഇപ്പോൾ. പൊതുജനങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ബോധവൽക്കരിക്കുകയാണ്. എവിടെയാണോ ഉള്ളത് ആ ഇടങ്ങളിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറുക തുടങ്ങിയ ഓരോ കാര്യങ്ങൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് കോഴിക്കോട് രാഹുൽ കെ വി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ നിൽക്കുന്ന ഇടത്ത് എങ്ങനെയാണ് ഈ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നത്? എത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി ഈ മുന്നറിയിപ്പ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നടപ്പാക്കുന്നു? രതീഷ, കോഴിക്കോട് കോർപ്പറേഷനിലാണ്. ഇവിടെ ഏതായാലും സംസ്ഥാന വ്യാപകമായുള്ള സൈറൻ ഇതുവരെ മുഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നു എന്നുള്ള നിർദ്ദേശം കോർപ്പറേഷനിലുള്ള ആളുകൾക്ക്, ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവരെല്ലാവരും കോഴിക്കോട് കോർപ്പറേഷനിലെ 1-ാം നിലയിലും ഗ്രൗണ്ട് ഫ്ലോറിലുമുള്ള സ്ഥലത്തേക്ക് ഒത്തുകൂടി നിൽക്കുകയാണ്. വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവിടെയുള്ള ലൈറ്റും ഒക്കെ ഓഫ് ചെയ്തതിന് പിന്നാലെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ 1-ാം നിലയിലും ഗ്രൗണ്ട് ഫ്ലോറിൽ പൊതുവായുള്ള സ്ഥലത്തും ഒത്തുചേർന്ന് നിൽക്കുകയാണ്. പോലീസിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, വളണ്ടിയർമാർ എല്ലാവരും തന്നെ ചേർന്നുകൊണ്ടാണ് ഈ മോക്ക് ഡ്രിൽ നടത്തുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സൈറൺ ഏതായാലും അപായ മുന്നറിയിപ്പ് സൈറൺ കോഴിക്കോട് കോർപ്പറേഷനിൽ മുഴങ്ങിയില്ല എന്നുള്ളതാണ്. പക്ഷേ സെക്രട്ടറി മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ ജീവനക്കാരും ശ്രദ്ധിക്കുക, മോക്ക് ഡ്രിൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് മൈക്കിലൂടെ നൽകുക മാത്രമാണ്. അതിന് പിന്നാലെ തന്നെ ജീവനക്കാർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അനൗൺസ്മെന്റ് നൽകിയായിരുന്നു. മറ്റ് പലയിടത്തും സൈറണാണ് മുഴങ്ങുന്നത്. അങ്ങനെ പല വിധത്തിൽ ഈ മുന്നറിയിപ്പ് നൽകിയാണ്. മറൈൻ ഡ്രൈവിലേക്ക് നമുക്ക് പോകാം. മറൈൻ ഡ്രൈവിൽ നമ്മൾ മൂന്നാമത് കാണുന്നത് മറൈൻ ഡ്രൈവിലാണ്. പൊതു ഇടമാണ്, ഒരുപാട് ജനങ്ങൾ വരുന്നതാണ്. നമ്മൾ കണ്ടു വിവിധ ഇടങ്ങളിലെ ആളുകൾ വരുന്ന സ്ഥലമാണ്. അതെ, തീർച്ചയായിട്ടും. അവിടെ നിന്നും രാഗിനുണ്ട്. രാഗിൻ, എങ്ങനെയാണ് അവിടെ ഇപ്പോൾ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നത്? കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ട് അവരെ ഓരോ സൈഡിലേക്കും മാറ്റി നിർത്തി ഈ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 4 മണിക്ക് തന്നെ സൈറൻ മുഴങ്ങിയിരുന്നു. 30 സെക്കൻഡ് ഡ്യൂറേഷൻ വരുന്ന ദീർഘ സൈറൻ, അതായത് അപായ മുന്നറിയിപ്പാണ് അത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കാര്യങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിഫൻസ്, സിവിൽ ഡിഫൻസ് ടീമൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾക്കും അതോടൊപ്പം തന്നെ ഗാർഹിക തല ഇടപെടലുകൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഒരു യുദ്ധകാല അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു അവബോധമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് പ്രത്യേകിച്ചും സിവിലിയൻസിനെ, ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധവാന്മാരാക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്ക് കാണാം, ഈ കച്ചവടമൊക്കെ തൽക്കാലം നിർത്തിവെപ്പിച്ചുകൊണ്ട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പൊതു ഇടമാണ്, മറൈൻ ഡ്രൈവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്, വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ള ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഓരോ സൈഡിലേക്കും മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ നീക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയാം, വീടുകളിലും ഒക്കെ തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പാക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വെളിച്ചം പുറത്തു വരാതിരിക്കുന്ന തരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കണം എന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമായും സിവിൽ ഡിഫൻസ് ടീം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നീക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പാത വലിയ തിരക്കേറിയ പാതയാണ്. അവിടെയാണ് ഇപ്പോൾ ജനങ്ങളെ ഇത്തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. പ്രത്യേകിച്ചും മോക്ക് ഡ്രില്ലിൻ്റെ പ്രാധാന്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധവാന്മാരാക്കുകയാണ് അവരെ. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഇതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുകയാണ് അല്ലേ? നിങ്ങൾ അറിഞ്ഞിരുന്നു. ഞങ്ങൾ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യാണ്.
എന്താണെന്നുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ നൽകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പെരുമാറണം, ഈ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. തീർച്ചയായും ജനങ്ങൾ അതനുസരിച്ച് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. താങ്ക് യു. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം, ഓരോ സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ മോക്ക് ഡ്രിൽ ഇപ്പോൾ നടക്കുന്ന അതിനോട് തീർച്ചയായിട്ടും രാജ്യത്തെ പൗരന്മാർക്ക് നമ്മുടെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് അഭിമുഖീകരിക്കാനുള്ള മുൻകരുതൽ അതിൻ്റെ നടപടിക്രമമൊക്കെ എടുക്കുകയും അത് പാലിച്ചുകൊണ്ട് തന്നെ പൗരന്മാർ പോവുകയും ചെയ്യണം. കാരണം ഏത് സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകരുതലായിട്ട് എടുക്കുകയും അതിന് വേണ്ട പരിശീലനം നൽകുകയും ചെയ്യണം. അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നാമൽ തേരമ്പറമ്പിൽ ചേർന്ന് നാമൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എങ്ങനെയാണ് മോക്ക് ഡ്രിൽ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ആദ്യം പോലീസ് എത്തുന്നു. പോലീസിന് തൊട്ട് പിന്നാലെ തന്നെ സൈറൺ മുഴങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും വേഗത്തിൽ പോലീസ് ആദ്യം എത്തുന്നു. തൊട്ട് പിന്നാലെ ഫയർഫോഴ്സിന്റെ വാഹനം എത്തുന്നു. ഈ അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഒരു അപകടം നടന്നിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് എത്തേണ്ടത് എന്ന് വിശദീകരിച്ച് അവർ അകത്തേക്ക് കടക്കുന്നു. വലിയ കോടികളും അവരുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനുശേഷം ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് കാട്ടി ഇപ്പോൾ അതിനുശേഷം അകത്തുണ്ടായിരുന്ന എന്തെങ്കിലും അപകടം പറ്റി അകത്ത് ആൾ കിടക്കുകയാണെങ്കിൽ എങ്ങനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം എന്നത് വിശദീകരിക്കുകയാണ്. പുറത്തുനിന്നും ആംബുലൻസുകൾ നിരനിരയായി ആംബുലൻസുകൾ വരുന്നു. അങ്ങനെ ആംബുലൻസുകളിൽ അകത്തു നിന്നും ആളുകളെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിക്കുകയാണ്. അത് പ്രധാന ഗേറ്റിലൂടെയും അതോടൊപ്പം തന്നെ അല്ലാതെയും ഒക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾക്ക് വിശദീകരിച്ച് നൽകുന്നത്. എന്തായാലും ഒരു അപകടം നടന്നാൽ പറ്റിയാൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്തണമോ അതേ ജാഗ്രതയോടും അതേ ഗൗരവത്തോടും കൂടി തന്നെ ഈ മോക്ക് ഡ്രില്ലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രതീഷ്, ഫെലിക്സ് കൂടിയുണ്ട് കണ്ണൂരിൽ എവിടെയാണ് ഫെലിക്സ് ഇപ്പോൾ ഉള്ളത്? അവിടുത്തെ മോക്ക് ഡ്രിൽ എങ്ങനെ പുരോഗമിക്കുന്നു? സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങൾ, അവിടുത്തെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർക്കാണ്